ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന മുൻപായിട്ട് നമ്മൾ മാർക്കറ്റിൽ എന്താണ് അനലൈസ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഡ് പോയിന്റ്സ് ആണ് ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ പറയാൻ പോകുന്നത് വോളിയം അനാലിസിസ് ആണ്. വോളിയം അനാലിസിസ് എന്താണെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് വോളിയം ഇപ്പൊ ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിട്ട് അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട്സ് നമുക്ക് ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് വോളിയം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ക്ലൈമാക്സ് വോളിയം പിന്നെ വീക്ക് പാർട്ടിസിപ്പേഷൻ. വീക്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ നമുക്ക് വോളിയം കാണൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹോൾ ചെയ്യണം, ട്രേഡ് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നോക്കുന്നത് ചാർട്ട് പാറ്റേൺസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ചാർട്ട് പാറ്റേൺസ് മാത്രം ഒരു പേർട്ടേൺസിന്റെ എങ്കിലും ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഫ്യൂ പാറ്റേൺസ് ആണ്. ഓക്കെ, എസെൻഡിങ് ട്രയാങ്കിൾ പിന്നെ ഡിസെൻഡിങ് ട്രയാങ്കിൾ അതുപോലെ തന്നെ റെക്ടാങ്കുലർ ഫ്ലാഗ് ആൻഡ് ഫോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ട്രേഡ് പ്ലാൻ. നമുക്ക് ട്രേഡ് പ്ലാനിങ് വേണം. നമ്മളൊരു എൻട്രി സോൺ എൻട്രി കൊടുത്തതിന് ശേഷം ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ ഒന്നുമില്ല. അതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മൾ പ്ലാനിങ് ചെയ്തിട്ട് എൻട്രി സോണിൽ എന്താ നമുക്ക് എവിടെയാണ് എൻട്രി കൊടുക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എത്ര സ്റ്റോപ്പ് ലോസ് എന്താ എവിടെയാണെന്ന് നമ്മൾ നോക്കണം. പിന്നെ ടാർഗറ്റ് 1 ടാർഗറ്റ് 2 പിന്നെ റിസ്ക് റിവാർഡ് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ട്രേഡിംഗ് ഒരു പ്ലാൻ ചെയ്യാനൊക്കെ. ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന മുൻപായിട്ട് നമുക്ക് മാർക്കറ്റിൽ എന്താണ് അനലൈസ് ചെയ്യേണ്ടത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് അതിന്റെ കണ്ടിന്യൂഡ് പോയിന്റ് ആണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇപ്പോൾ വോളിയം അനാലിസിസ് നമ്മൾ നോക്കാം. വോളിയം അനാലിസിസ് എന്താ ചെയ്യുന്നത്, ബ്രേക്ക് ഔട്ട് വോളിയം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഡ്രൈ പുൾ ബാക്ക് വോളിയം നമ്മൾ നോക്കണം. ഡ്രൈ പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിരിക്കാം, ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ റീടെസ്റ്റ് വരും, പക്ഷെ നമുക്ക് വോളിയം കാണില്ല. അതാണ് ഡ്രൈ പുൾ ബാക്ക്. പിന്നെ വീക്ക് പാർട്ടിസിപ്പേഷൻ കാണും. വീക്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞ വോളിയം നമുക്ക് കാണില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ വോളിയം അനാലിസിസ് നോക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം, എന്താ നമ്മുടെ വോളിയം കൺഫേംസ് ആണ് പ്രൈസ്. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും മൈൻഡ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചാർട്ട് പാറ്റേൺസ്. ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ മെയിൻ ചാർട്ട് പാറ്റേൺസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അസെൻഡിങ് ട്രയാങ്കിൾ പിന്നെ ഡിസെൻഡിങ് ട്രയാങ്കിൾ നോക്കണം. റെക്ടാങ്കുലർ ആൻഡ് ഫ്ലാഗ് ആൻഡ് ഫോൾ ചാർട്ട് പാറ്റേൺസ് നമുക്ക് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ട്രേഡ് പ്ലാനിങ്ങിന്റെ പോയിന്റ് ആണ് പറയുന്നത്. നമുക്ക് ഒരു എൻട്രി ചെയ്യുന്ന മുമ്പായിട്ട് എൻട്രി സോൺ ആണെന്ന് നമുക്ക് നോക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ കൺഫ്യൂഷൻ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് പിന്നെ ടാർഗറ്റ് 1 ടാർഗറ്റ് 2 റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ നോക്കണം. എപ്പോഴും 1:2 ആണ് റിസ്ക് നോക്കുന്നത്. ഒരിക്കലും 1:1 ചെയ്യരുത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഓക്കെ,